ഹായ് എവരി വൺ. ഫ്ലൂയിഡ് മെഷീനറി വീഡിയോ ലെക്ചർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾസ്, വർക്ക് ഡൺ ബൈ ദ ഇമ്പല്ലർ ഓൺ വാട്ടർ, അതിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ, ദെൻ അസോസിയേറ്റഡ് ഹെഡ്സ് ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് ഇൻ എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The internal and external diameters of the impeller of a centrifugal pump are 200 mm and 400 mm respectively. The pump is running at 1200 rpm. The vane angles of the impeller at inlet and outlet are 20 degree and 30 degree respectively. The water enters the impeller radially and the velocity of the flow is constant. Determine the work done by the impeller per unit weight of the water. നോക്കാം, നമ്മൾ വർക്ക് ഡൺ ബൈ ദ ഇമ്പല്ലർ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഗിവൺ വാല്യൂസ് ഒന്ന് നോക്കാം. ഗിവൺ വാല്യൂസ് ഇതൊക്കെയാണ്. ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ദി ഇമ്പല്ലർ, ദാറ്റ് ഈസ് D1 ഡിനോട്ടഡ് ബൈ D1 ഇസ് ഈക്വൽ ടു 200 mm എന്നാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ദി ഇമ്പല്ലർ D2 400 mm ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.4 മീറ്റർ കിട്ടും. സ്പീഡ് ഓഫ് ദ ഇമ്പല്ലർ ഇസ് ഗിവൺ ആസ് n ഈക്വൽ ടു 1200 rpm തന്നിട്ടുണ്ട്. വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് തീറ്റയാണ് 20 ഡിഗ്രി ആൻഡ് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് 5 ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. നൗ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വാട്ടർ എൻറ്റേഴ്സ് ദ ഇമ്പല്ലർ റേഡിയലി. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇമ്പല്ലറിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ആൽഫ ആംഗിൾ, അതായത് ജെറ്റ് ആംഗിൾ അറ്റ് ദ ഇൻലെറ്റ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരും. അങ്ങനെ വരികയാണെങ്കിൽ VW1 ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വരും. ഓക്കെ, അതാണ് റേഡിയലി, വാട്ടർ എൻറ്റേഴ്സ് റേഡിയലി എന്ന് ഉദ്ദേശിക്കുന്നത്. നൗ ഒരു സെൻറ്റൻസ് കൂടി പറഞ്ഞിട്ട്, വാട്ടർ എൻറ്റേഴ്സ് ദ ഇമ്പല്ലർ റേഡിയലി ആൻഡ് ദി വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഇസ് കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ VF1 VF2 ഈക്വൽ ആയിരിക്കും. നമുക്കിതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾസ് ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് വെലോസിറ്റി ട്രയാങ്കിൾ വരിക. നോക്കാം, ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ആണിത്. ഇതിൽ V1 ആൽഫ, ഇവിടെ ആൽഫ കാണിച്ചിട്ടില്ല, ഇതാണ് ഈ ആംഗിളാണ് ആൽഫ വരിക. ആൽഫ ഈക്വൽ ടു 90 ആണ്. അങ്ങനെയാണെങ്കിൽ VW1 ഈക്വൽ ടു 0 വരും. ഇതാണ് നമ്മുടെ ജെറ്റ് വെലോസിറ്റി, ആബ്സല്യൂട്ട് ജെറ്റ് വെലോസിറ്റി V1. ഈ V1 തന്നെയാണ് VF1. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ഇവിടെ തീറ്റ ആംഗിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ VF2, ഇത് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളാണ് VF2 വരിക. ഈ കാണിച്ചിരിക്കുന്നതാണ് VF2. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ VF1, അതായത് റേഡിയൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് കോൺസ്റ്റൻറ്റ് വരിക, വെലോസിറ്റീസ് ആണ് കോൺസ്റ്റൻറ്റ് വരിക. അപ്പോൾ VF1 ആണ് ഇവിടുത്തെ ഇൻലെറ്റ് ട്രയാങ്കിളിലെ റേഡിയൽ വെലോസിറ്റി, VF2 ആണ് ഔട്ട്ലെറ്റ് ട്രയാങ്കിളിലെ റേഡിയൽ വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെലോസിറ്റീസ് VF1ഉം VF2ഉം ഈക്വൽ ആവും. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ബൈ ദ ഇമ്പല്ലർ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം VW2U2/G. അതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ, വർക്ക് ഡൺ ബൈ ദ ഇമ്പല്ലർ പെർ യൂണിറ്റ് വെയിറ്റിൻ്റെ. അപ്പോൾ VW2 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുകയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നത് ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഇതിന് നമുക്ക് വെലോസിറ്റി ട്രയാങ്കിളും ഡാറ്റയും ആവശ്യമുണ്ട്. നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിലെ U1, ഈ U1 ആണ് ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ദ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് πdn/60. ഓക്കെ, πdn/60 ഇത് നമുക്ക് n വെച്ചിട്ട്, അതായത് നമ്മൾ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ഓക്കെ, RPM തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വേഷൻ വെച്ചിട്ട്. ഇതാണ് ഗിവൺ ഡാറ്റ. നമുക്ക് ഗിവൺ ഡാറ്റ നോക്കിയിട്ട് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡിക്കുള്ള വാല്യൂ നമ്മൾ 0.2 മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. n വാല്യൂസ് ഗിവൺ ആസ് 1200 rpm. സോ അവർ ആൻസർ വിൽ ബി 12.56 meter per second. ഇതാണ് ടാൻജൻഷ്യൽ വെലോസിറ്റി U1 അറ്റ് ഇൻലെറ്റ്.
ഇതേപോലെ u2 കണ്ടുപിടിക്കണം. ഇക്വേഷൻ പൈ d2n/60 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ d2 വാല്യൂ എന്ന് പറയുന്നത് 400 millimeter, that is 0.4 meter. Final value 25.13 meter per second. നോക്കാം. ഇനി വീണ്ടും നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ ഒന്നുകൂടി കൺസിഡർ ചെയ്യണം. ഇതിൽ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുക്കുക. ഇതിൽ നമ്മൾ ഒരു ട്രിഗണോമെട്രിക് റിലേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ ടാൻ തീറ്റ വിൽ ബി ഇസ് ഈക്വൽ ടു VF1 ഡിവൈഡ് ബൈ U1 അങ്ങനെ എഴുതാൻ പറ്റും. നൗ VF1ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോറി, VF1ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. VF1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. U1ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ U1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ തീറ്റ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഡാറ്റയിലുണ്ട്. ആ തീറ്റ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ VF1 വാല്യൂ ഇസ് ഈക്വൽ ടു 12.56 ടാൻ തീറ്റ. തീറ്റ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VF1ൻ്റെ വാല്യൂ 4.57 എന്ന് കിട്ടും. ഓക്കെ. നൗ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ VF1 വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് VF1 ഇസ് ഈക്വൽ ടു VF2 ആണെന്ന് നമുക്കറിയാം. റേഡിയൽ വെലോസിറ്റീസ് ആർ ഈക്വൽ. Therefore VF2 is equal to VF1. The value will be this same value 4.57. VF1 ൻ്റെ സെയിം വാല്യൂ. സോ VF2 കിട്ടിയാൽ നമുക്ക് ഇൻലെറ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് നേരെ ഔട്ട്ലെറ്റ് ട്രയാങ്കിളിലേക്ക് കടക്കാം. സോ ഇവിടെ നിന്നായിരിക്കും നമ്മൾ VW2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കാം. ഫ്രം ദി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ, വീണ്ടും നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ആണ്. ടാൻ ഫൈ കാണാൻ വേണ്ടി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾസിലെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഈ കാണിച്ചിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇതിൻ്റെ ടാൻ ഫൈ കണ്ടാൽ ദാറ്റ് വിൽ ബി VF2 ഡിവൈഡ് ബൈ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് വിൽ ബി U2 മൈനസ് VW2. ഓക്കെ, VF2 ഡിവൈഡ് ബൈ U2 മൈനസ് VW2. ദാറ്റ് ഇസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. VF2 വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ U2ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ദ ഔട്ട്ലെറ്റ്, അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 5 വാല്യൂ കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 5 വാല്യൂ തന്നിട്ടുണ്ട്, 30 ആണ്, 30 ഡിഗ്രി. ആ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ കണ്ടുപിടിക്കേണ്ട വാല്യൂ VW2 ആണ്. സോ VW2 വാല്യൂ വിൽ ബി 17.215. കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ വാല്യൂ ആണ് കിട്ടുക. ഇപ്പോൾ നമുക്ക് വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. നമുക്ക് ഫൈനൽ ഇക്വേഷൻ എഴുതാം. Therefore the work done by the impeller per kilogram of water per second is given by the equation VW2 U2 by G. അതിൽ VW2 and U2 values substitute ചെയ്താൽ we will get the final answer 41.1 Newton meter per Newton. ഓക്കെ, യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. വർക്ക് ഡണ്ടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. പെർ യൂണിറ്റ് വെയ്റ്റിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അപ്പം ന്യൂട്ടൺ മീറ്റർ പെർ യൂണിറ്റ്, ഈ രണ്ട് ന്യൂട്ടനും കൂടി വെട്ടിക്കളഞ്ഞാലും ശരിയാണ്. 41.1 മീറ്റർ. ദാറ്റ് ഈസ് ദ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ. അതിന് ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ഓൺ വാട്ടർ എന്നും പറയാം. സോ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് തന്നെയാണ് നമ്മുടെ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ഓൺ വാട്ടർ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരിക. ഒന്ന് വായിച്ചു നോക്കാം. എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാവിംഗ് ഔട്ടർ ഡയമീറ്റർ ഈക്വൽ ടു 2 times the inner diameter and running at 1000 rpm works against a total head of 40 meter. The velocity of flow through the impeller is constant and equal to 2.5 meter per second. The vanes are set back at an angle of 40 degree at outlet. If the outer diameter of the impeller is 500 millimeter and the width at the outlet is 50 millimeter, determine vane angle at inlet. Vane angle എന്ന് പറയുന്നത് ഇൻലെറ്റിലത്തെയാണ്, അപ്പോൾ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ ബൈ ദ ഇമ്പല്ലർ ഓൺ വാട്ടർ പെർ സെക്കൻഡ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്, വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ മാനോമെട്രിക് എഫിഷ്യൻസി, ഈറ്റ മാനോമെട്രിക്കും കണ്ടുപിടിക്കണം. സോ ഡാറ്റ ഒന്നെടുത്ത് എഴുതാം. ഗിവൺ ഡാറ്റ ഇങ്ങനെയാണ്. സ്പീഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് n equal to 1000 rpm. മാനോമെട്രിക് ഹെഡ് HM
is equal to 40 meter. Velocity of the flow vf1 equal to vf2. ഇവിടെ പ്രത്യേകിച്ച് വെലോസിറ്റി റേഡിയൽ വെലോസിറ്റി ഈക്വൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ ഇമ്പല്ലർ ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് vf1 equal to vf2 നേരത്തെ മുൻപത്തെ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം കണ്ടീഷൻ ഇവിടെ എടുത്ത് എഴുതാം. And is equal to 2.5 meter per second. So vf1 equal to vf2 is equal to 2.5 meter per second. Vane angle at outlet എന്ന് പറയുന്നത് 5 ആയിരിക്കും. Outlet diameter of the impeller. ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റ് ഡയമീറ്റർ ആയതുകൊണ്ട് D2 എന്ന് എഴുതണം. 500 millimeter converted to meter, that is 0.5 meter. Now inner diameter of the impeller, ഒരു കണ്ടീഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കാം, ഔട്ടർ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2 times the inner diameter. അങ്ങനെയാണെങ്കിൽ inner diameter is equal to half the value of the outer diameter. അപ്പോൾ D1 is equal to D2 by 2. The value will be 0.25 meter. Now width of the outlet തന്നിട്ടുണ്ട്, that is B2, 50 millimeter converted to meter, therefore 0.05 meter. ഇത്രയാണ് തന്നിട്ടുള്ള ഡാറ്റ. ഇതാണ് നമ്മുടെ വെലോസിറ്റി ട്രയാങ്കിൾ. മുൻപ് വരച്ച സെയിം അതേപോലത്തെ വെലോസിറ്റി ട്രയാങ്കിൾ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം vf1 തന്നെയാണ് v1. vf1ൻ്റെയും vf2ൻ്റെയും വാല്യൂ ഈക്വൽ ആണ്. ഓക്കെ, ഇനി ആദ്യം കണ്ടുപിടിക്കേണ്ടത് മുൻപത്തെ പ്രോബ്ലത്തിലെ പോലെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. തന്നിട്ടുള്ള ഡാറ്റ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്. u1 πdn/60 13.09 ആണ് വാല്യൂ കിട്ടുക. സിമിലർലി u2 πd2n/60 26.18 അതിൻ്റെ ആൻസർ കിട്ടും. ഇനി അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജിൻ്റെ വാല്യൂ ആണ്. ഡിസ്ചാർജ് ഈ ഇക്വേഷൻ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. q is equal to pi d2 b2 into vf2. This is also equal to pi d1 b1 into vf1. ആ ഇക്വേഷൻ എഴുതാതിരിക്കാൻ കാരണം അവിടെ നമുക്ക് b1ൻ്റെ വാല്യൂ ഇല്ല, b2ൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഈ ഡിസ്ചാർജിൻ്റെ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതുന്നത്. pi d2 b2 vf2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദ വാല്യൂ വിൽ ബി 0.1963 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. യൂണിറ്റുകൾ ശ്രദ്ധിക്കണം, യൂണിറ്റുകൾ ഒരിക്കലും തെറ്റരുത്. ഓക്കെ, ദെൻ വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് തീറ്റ. ഇതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഡാറ്റയും ഇതാണ്. ഫ്രം ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരച്ചു. ടാൻ തീറ്റ vf1 by u1. ആ വാല്യൂ എന്ന് പറയുന്നത് 0.191. ഈ രണ്ട് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, vf1ഉം u1 നമ്മൾ കണ്ടുപിടിച്ചു, vf1 തന്നിട്ടുണ്ട്. therefore tan theta is equal to വാല്യൂ കിട്ടും. therefore theta is equal to tan inverse of this value and the answer will be 10.81 degree. now work done by the impeller on water per second. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ വർക്ക് ഡൺ പെർ സെക്കൻഡ് കാണാൻ വേണ്ടി വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റിനെ വെയിറ്റ് പെർ സെക്കൻഡോട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ്. therefore w into vw2 u2 by g. ഇതിൽ w എന്ന് പറയുന്നത് റോ ജി ക്യൂ ആണ്. അതിൽ ഈ ക്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡിസ്ചാർജ്. ഓക്കെ, സോ എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതും തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതായിരിക്കും കിട്ടുക. ഇതിൽ vw2 ഒരു അൺനോൺ വാല്യൂ ആണ്. ഈ വാല്യൂ ആണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഈ അൺനോൺ വാല്യൂ വെച്ചിട്ടുള്ള ഈ എക്സ്പ്രഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിൽ tan phi നമ്മൾ മുൻപ് ചെയ്ത പോലെ tan phi കാണിക്കുന്നു. vf2 ഡിവൈഡ് ബൈ u2 മൈനസ് vw2. ഇതിൽ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. phi വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, phi വാല്യൂ 40 ആണ്. സോ phi വാല്യൂ വെച്ചിട്ട് ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് vw2യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഫൈനലി vw2 വാല്യൂ is equal to 23.2 meter per second. ഈ vw2 വാല്യൂ ആണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വർക്ക് ഡൺ ബൈ ദ ഇമ്പല്ലർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് vw2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദിസ് ഇസ് എ വാല്യൂ, ഫൈനൽ വാല്യൂ ഒബ്റ്റെയിൻഡ് 119,227.9 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി ഒരു മാനോമെട്രിക് എഫിഷ്യൻസി കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മാനോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ മാനോമെട്രിക് ഇസ് ഈക്വൽ ടു GHM by vw2 u2 ആണ്. തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ HMൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, vw2 കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 64.4%. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസും നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞു.